ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ എന്ന TV പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളെക്കുറിച്ച് ഫോണിലൂടെയും ഇമെയിൽ സന്ദേശത്തിലൂടെയും നിങ്ങൾക്ക് ലഭിച്ച വിടുതലുകളെക്കുറിച്ച് അറിയിച്ചതിൽ വളരെ സന്തോഷം. നിങ്ങൾക്കെല്ലാവർക്കും ഈ പ്രോഗ്രാം അനുഗ്രഹമായി തീരുന്നു എന്ന് നിരവധി രാജ്യങ്ങളിൽ നിന്ന്, നിരവധി സംസ്ഥാനങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ ഞങ്ങളെ വിളിച്ചോർപ്പിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ സന്തോഷമാണ്. പ്രിയരെ, നിങ്ങൾ ദൈവത്തിന് വിലപ്പെട്ട ആളുകളാണ്. നിങ്ങളെ നടത്താൻ, നിങ്ങളെ പരിപാലിപ്പാൻ ശക്തിയുള്ള ദൈവമാണ് നാം ആരാധിക്കുന്ന സർവശക്തിയുള്ള ദൈവം. തകർന്നുപോയ നിങ്ങളുടെ ജീവിതത്തെ ഉദ്ധരിക്കാൻ കരുത്തുള്ള ദൈവമാണ് നാം ആരാധിക്കുന്ന ദൈവം. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, നിങ്ങളുടെ ദുഃഖത്തെ അവൻ സന്തോഷമാക്കി മാറ്റും. നിങ്ങൾ ദുഃഖിക്കുമ്പോൾ ലോകം സന്തോഷിക്കും. നിങ്ങളുടെ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റാൻ കരുത്തുള്ള ദൈവമാണ് നാം ആരാധിക്കുന്ന ദൈവം. പ്രാർത്ഥനയോടെ ഈ പ്രോഗ്രാം നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ എന്ന TV പ്രോഗ്രാം വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഒരുമിച്ച് ശ്രദ്ധിക്കാം. ദൈവം നിങ്ങളോട് എല്ലാവരോടും സംസാരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരു പ്രാവശ്യം കൂടി ചാനലിലൂടെ നിങ്ങളെ കാണുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കിയ എല്ലാ ദൈവത്തിൻ്റെ കരുതലിനും ദൈവത്തിൻ്റെ വിശ്വസ്തകൾക്കുമായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ലോകം മുഴുവൻ ഞങ്ങളെ ഈ TV പ്രോഗ്രാമിന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകരെയും ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ എന്ന TV പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മുടെ ദൈവം വിശ്വസ്തനായിരുന്നു. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമായിരുന്നു. നാം ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ടുവരാൻ തുടങ്ങുന്നു. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി നമ്മൾ വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞു വിലപിക്കും, ലോകമോ സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. വേദപുസ്തകം പറയുകയാണ്, യേശു കർത്താവ് പറയുന്നു, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി വരും. ജീവിതത്തിൽ എന്നും നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖമായി വരില്ല. നിങ്ങളുടെ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റാൻ സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റാൻ കരുത്തുള്ളൊരു ദൈവം നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞു വിലപിക്കും, ലോകമോ സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി വരും. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി വരും. എന്നും ജീവിതത്തിനകത്ത് ദുഃഖത്തോടെ മുന്നോട്ട് പോകാൻ ദൈവം നിങ്ങളെ അനുവദിക്കുകയില്ല. നിങ്ങളുടെ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റാൻ കരുത്തുള്ളൊരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു കർത്താവ് പറയുകയാണ്, നിങ്ങൾ ദുഃഖിക്കുമ്പോൾ ലോകം സന്തോഷിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി വരും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഏതൊക്കെ വിഷയത്തിൽ നിങ്ങൾ ദുഃഖിക്കുന്നോ അതിലെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും. നിങ്ങൾ രോഗത്താൽ ഇന്ന് ദുഃഖിക്കുന്നയാളാണെങ്കിൽ, നിങ്ങൾ തകർച്ചയാൽ ഇന്ന് ദുഃഖിക്കുന്നയാളാണെങ്കിൽ, പരാജയം മൂലം നിങ്ങൾ ദുഃഖിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷമുണ്ടാകും. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റാൻ കരുത്തുള്ള ശക്തമേറിയ പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. നമ്മുടെ കർത്താവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസമുണ്ടാകും. ദുഃഖിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഉലകത്തിലേക്ക് വന്ന സർവശക്തനായ ദൈവമാണ് നാം ആരാധിക്കുന്ന ദൈവം. ലോകത്തിൽ പല ആളുകളും പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം പണമാണെന്ന്. പണം നിസ്സഹായകമായി നോക്കി നിൽക്കുന്നത് ഞാൻ എൻ്റെ കണ്ണാലെ പല ആവർത്തികൾ കണ്ടിട്ടുണ്ട്. കൂടപ്പറപ്പേ, പണം കൊണ്ട് ലോകത്തിൽ എല്ലാം സാധിക്കും എന്ന് വിചാരിക്കരുത്. പണം കൊണ്ട് നിങ്ങളുടെ ദുഃഖം മാറുമെന്ന് വിചാരിക്കരുത്. ലോകത്തിൽ ഏറ്റവും വിലപ്പെട്ട കാര്യം പണമല്ല. ലോകത്തിൽ ഏറ്റവും വിലപ്പെട്ട കാര്യം, ഇതിനപ്പുറത്ത് നമുക്കൊരു ജീവിതമുണ്ട്. ഇതിനപ്പുറത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റാൻ സർവശക്തനായ ദൈവത്തിന് സാധ്യമാണ്. വിശുദ്ധ വേദപുസ്തകം പറയുക, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. നിങ്ങൾ യോസഫിനെ ഒന്ന് നോക്കിയേ. 17-ാമത്തെ വയസ്സ് മുതൽ മുൻപോട്ട് ജീവിതത്തിൽ ദുഃഖങ്ങൾ മാത്രമാണ് അവനുണ്ടായിരുന്നത്. സഹോദരന്മാർ ഒറ്റപ്പെടുത്തി, സഹോദരന്മാർ യോസഫിനെ പൊട്ടക്കുഴിയിലേക്ക് തള്ളി, സഹോദരന്മാർ യോസഫിനെ വിറ്റു. അടിമച്ചങ്ങല ജീവിതത്തിൽ ദുഃഖമായി മാറി. പൊത്തിഫറിൻ്റെ ഭവനം അവന് ദുഃഖമായി മാറി.
ആളുകളൊക്കെ ചോദിച്ച് ചെറുപ്പക്കാരന് ഇതിനും വേണ്ടി ദുഃഖം എന്താണ്? അവർക്കറിയാത്ത നിത്യമായൊരു സത്യമുണ്ട്, അവൻ്റെ ദുഃഖം സന്തോഷമായി മാറും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ദുഃഖവും ജീവിതത്തിനകത്ത് സന്തോഷമായിട്ട് മാറും. പല ആളുകൾക്കും ദൈവത്തിൻ്റെ ശക്തി എന്താണ്, ദൈവത്തിൻ്റെ വലിപ്പം എന്താണെന്നറിയില്ല. ഒരു ദിവസം ഒരു കുഞ്ഞ് തൻ്റെ പിതാവിനോടുകൂടെ യാത്ര ചെയ്യുമ്പോൾ, അവർ ഒരുമിച്ച് മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ, ആ കുഞ്ഞ് പിതാവിനോട് ചോദിച്ചു, അപ്പാ, ദൈവത്തിന് എത്രയും വലിപ്പമുണ്ട്, ദൈവം എത്രയും ശക്തിയുള്ള ദൈവമാണ്, എത്രയും വലിപ്പമുണ്ട് ദൈവത്തിന്. ആ പിതാവ് ആകാശത്തിലൂടെ വിധാനത്തിലൂടെ പറന്നു പോകുന്ന ഒരു പ്ലെയിൻ ചൂണ്ടിക്കാണിച്ച് ആ മകനോട് പറഞ്ഞു, മോനെ, അത്രയും വലിപ്പമുണ്ട്, അത്രയും വലിപ്പമുണ്ട് ദൈവത്തിന്. ആ കുഞ്ഞ് താഴെ നിന്ന് മുകളിലേക്ക് നോക്കിയപ്പോൾ അവൻ കണ്ടത് ഒരു ചെറിയ പ്ലെയിൻ മുന്നോട്ട് പോകുന്നതാണ് അവൻ കണ്ടത്. പ്രിയപ്പെട്ടവരെ, അവൻ ചോദിച്ചു, ഇത്രയും ചെറുതാണോ ദൈവം? ആ പിതാവ് ഒന്നും മറുപടി പറയാതെ ആ പിതാവ് തിരിച്ച് ഭവനത്തിലേക്ക് വന്നു. അടുത്ത ദിവസങ്ങൾ ഈ മകനുമായിട്ട് ഈ പിതാവ് എയർപോർട്ടിലേക്ക് കടന്നുപോയി. എയർപോർട്ടിൽ ചെന്ന് പ്ലെയിനിൻ്റെ അടുത്ത് വെച്ച് പ്ലെയിനെ കാണിച്ചു കൊടുത്തു. അവൻ ചോദിച്ചു, ഇത്രയും വലിപ്പമുണ്ട്? ഞാനിന്ന് ആകാശത്തിലൂടെ പോകുന്ന ആ പ്ലെയിനെ കണ്ടപ്പോൾ എത്രയോ ചെറുതായിട്ടാണ് ഞാൻ ആ പ്ലെയിൻ കണ്ടത്. ഇത്രയും വലിപ്പമുണ്ടോ ആ പ്ലെയിന്? ഇത്രയും വലുതാണോ ആ പ്ലെയിൻ? പ്രിയപ്പെട്ടവരെ, ആ പിതാവ് പറഞ്ഞു, നീ ഒരുപാട് ദൂരത്തിൽ നിന്നാണ് പ്ലെയിൻ കണ്ടത്, അതുകൊണ്ടാണ് നിനക്ക് തോന്നിയത് ആ പ്ലെയിൻ ഒത്തിരി ചെറുതാണെന്ന്. അതുപോലെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ നിന്ന് നിങ്ങൾ ഒത്തിരി വിദൂരത്തിലാണ്, നിങ്ങൾക്ക് അതുകൊണ്ടാണ് തോന്നുന്നത് ദൈവം ചെറുതാണെന്ന്. നമ്മുടെ ദൈവം ചെറുതല്ല. ഈ അഖിലാണ്ടം മുഴുവൻ വാക്കുകൊണ്ടുണ്ടാക്കിയ ദൈവമാണ് നാം ആരാധിക്കുന്ന ദൈവം. ആ ദൈവത്തിന് നിങ്ങളുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റാൻ കഴിയും. എന്നും നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖമായി മാറുകയില്ല, ആ ദുഃഖത്തെ മുഴുവൻ സന്തോഷമാക്കി മാറ്റുവാൻ കഴിയും. യേശു കർത്താവ് ക്രൂശീകരണത്തോട് ബന്ധപ്പെട്ട യേശു കർത്താവ് പറയുകയാണ്, കർത്താവിനെ ക്രൂശിക്കുന്ന ആ സമയത്ത് ലോകം മുഴുവൻ പൊട്ടി ആഘോഷിക്കുകയാണ്. സകല മനുഷ്യരും വിചാരിച്ചത് അവിടെ കൊണ്ട് സകലതും അസ്തമിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ക്രൂശുണ്ടെങ്കിൽ ഒരു ഉയർപ്പുണ്ട്, ഒരു തകർച്ചയുണ്ടെങ്കിൽ ഒരു ഉയർച്ചയുണ്ട്, ഒരു പ്രതിബന്ധമുണ്ടെങ്കിൽ ഒരത്ഭുതം നിങ്ങൾക്കുണ്ട്. എന്നും നിങ്ങൾ ഈ പ്രതിസന്ധിയിലൂടെ മാത്രം കടന്നു പോകാൻ ദൈവം അനുവദിക്കില്ല. അതാണ് നമ്മുടെ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. യേശു കർത്താവിനെ അവർ പിടിച്ചു, അവരപമാനിച്ചു, അവൻ്റെ മുഖത്ത് തുപ്പി, അവനെ കന്നത്തടിച്ചു. നിന്നെ അടിച്ചത് ആരെന്ന് പ്രവചിക്കാൻ കർത്താവിനോട് ആവശ്യപ്പെട്ടു. എല്ലാ ആളുകളും അവനെ പരിഹസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒത്തിരി പരിഹാസം അനുഭവിക്കുന്ന, ഒത്തിരി ദുഃഖം അനുഭവിക്കുന്ന താങ്കളോട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾക്കൊരു സന്തോഷമുണ്ടാകും. എന്നും നിങ്ങൾ ഈ ദുഃഖത്തോടെ മുന്നോട്ട് പോകാൻ സർവശക്തനായ ദൈവം നിങ്ങളെ അനുവദിക്കില്ല. യേശു കർത്താവിനെ അടക്കി ആഘോഷത്തോടെ യഹൂദന്മാർ യേശു കർത്താവിനെ അടക്കി. ഇനി ഒരിക്കലും യേശു കർത്താവ് ഉയർക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് അവർ കർത്താവിനെ അടക്കിയത്. ഒരു കല്ല് പിടിച്ചു വെച്ച് റോമാ ഗവൺമെൻറ്റിൻ്റെ ഇമ്പീരിയൻ മുദ്ര അതിൻ്റെ മുകളിൽ പതിച്ചു. അവർ വിചാരിച്ചത് ഇമ്പീരിയൻ മുദ്ര പൊട്ടിക്കാൻ കർത്താവിന് സാധ്യമല്ലെന്നാണ്. ലോകം നിനക്കെതിരെ ഇട്ടിരിക്കുന്ന ഏത് മുദ്രയും പൊട്ടിക്കാൻ കരുത്തുള്ള ദൈവമാണ് നാം ആരാധിക്കുന്ന ദൈവം. പ്രിയപ്പെട്ടവരെ, സംഭവിച്ചത് എങ്ങനെയാണ്? 3-ാം ദിവസം യേശു കർത്താവ് റോമൻ ഗവൺമെൻറ്റിൻ്റെ ഇമ്പീരിയൻ മുദ്രകളെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റു നമ്മുടെ ദൈവം. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദുഃഖത്തിനകത്ത് നിങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്, ഈ തകർച്ചയ്ക്കകത്ത് നിങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്, ഈ പ്രതിസന്ധിക്കകത്ത് നിങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. നിങ്ങൾ വിശ്വസിച്ചാട്ടെ, ഈ രോഗം നിങ്ങൾ തകരാൻ വേണ്ടിയല്ല, ഈ പ്രതിസന്ധി നിങ്ങൾ ദുഃഖത്തിലേക്ക് ആഴ്ന്നു പോകാൻ വേണ്ടിയല്ല, ഈ പ്രതികൂലം നിങ്ങൾ തകർന്നു പോകാൻ വേണ്ടിയല്ല. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യാൻ കരുത്തുള്ള ദൈവം നമുക്ക് വേണ്ടി ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങൾ ഒരു നിമിഷം ഒന്ന് വിശ്വസിച്ചാട്ടെ. യേശു കർത്താവ് 3-ാം ദിവസം കല്ലറകളെ ഭേദിച്ച് റോമൻ ഗവൺമെൻറ്റിൻ്റെ ഇമ്പീരിയൻ മുദ്രകളെ ഭേദിച്ച് ഉയർത്തെഴുന്നേറ്റതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും ഒരത്ഭുതം ചെയ്യാൻ നമ്മുടെ ദൈവത്തിന് സാധ്യമാണ്. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ദൈവത്തിന് സാധ്യമാണ്. പരിശുദ്ധാത്മാവിനോട് പറയുക, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീണ്ട വർഷങ്ങളായിട്ട് ദുഃഖത്തിനകത്തൂടെ കടന്നു പോകുന്ന, നീണ്ട വർഷങ്ങളായിട്ട് ശാപത്തിനകത്തൂടെ കടന്നു പോകുന്ന, നീണ്ട വർഷങ്ങളായി പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന നിരവധി ആളുകൾ എന്നെ കേൾക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് പറയുക, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറാൻ തുടങ്ങുക, നിങ്ങളുടെ പ്രതിസന്ധി അത്ഭുതമായി മാറാൻ തുടങ്ങുക. ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കും, ഇല്ല, ഈ പ്രതിസന്ധി ഒരിക്കലും മാറില്ല, ഈ ദുഃഖം ഒരിക്കലും മാറില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് വിശ്വസിച്ചാട്ടെ, പണത്തേക്കാൾ കൂടുതൽ,
ലോകത്തിലെ സ്ഥാനമാനങ്ങളെക്കാൾ കൂടുതൽ യേശുവിനെ വിശ്വസിച്ചാട്ടെ. നിങ്ങളുടെ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റാൻ നമ്മുടെ ദൈവത്തിന് സാധ്യമാണ്. വിശുദ്ധ വേദപുസ്തകം പറയുക, നിങ്ങളുടെ ദുഃഖം അവൻ സന്തോഷമാക്കി മാറ്റും. പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവൻ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന, ദുഃഖത്തിലൂടെ മാത്രം കടന്നു പോകുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റിമറിക്കാൻ ദൈവത്തിന് സാധ്യമാണ്. അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുക. നിങ്ങൾ ഏത് ജാതിയാകാം, ഏത് മതമാകാം, ഏത് പ്രത്യാശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നയാളുമാകാം, നിങ്ങൾക്ക് യേശുവിനെ വിശ്വസിക്കാം. നിങ്ങളുടെ ദുഃഖത്തെ ഒരു ദിവസം സന്തോഷമായി മാറും. എന്നും ഈ ദുഃഖത്തിനകത്ത് മുന്നോട്ട് പോകാൻ ദൈവം അനുവദിക്കില്ല. നിങ്ങൾ ആ വാക്യം ഒരിക്കൽ കൂടെ ശ്രദ്ധിച്ചാട്ടെ. ആ വാക്യം ഇങ്ങനെ പറയുക, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞു വിലപിക്കും, ലോകമോ സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും. നിങ്ങളുടെ തകർച്ചയിൽ സന്തോഷിക്കുന്ന പല ആളുകളും കണ്ടേക്കാം. നിങ്ങളുടെ ജോലിയില്ലായ്മയിൽ, നിങ്ങളുടെ രോഗത്തിൽ സന്തോഷിക്കുന്ന പല ആളുകളും ഉണ്ടായേക്കാം. അല്ലെങ്കിൽ പിശാച് നിങ്ങൾക്കെതിരെ വിധി പറഞ്ഞേക്കാം. നിങ്ങളെന്നും ഈ ദുഃഖത്തിനകത്ത് മാത്രം മുന്നോട്ട് പോകാൻ വിധിക്കപ്പെട്ടയാളാണെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ അഭിഷക്തൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, എന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദുഃഖത്തിൻ്റെ അവസ്ഥയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുകയില്ല. ഈ ദുഃഖം നിങ്ങൾക്ക് സന്തോഷമായി മാറും. ലോകം സന്തോഷിക്കുന്നു, നിങ്ങളോ കരഞ്ഞു വിലപിക്കുന്നു. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. വിശുദ്ധ വേദപുസ്തകം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്, നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ, ആ കാലത്ത് ഹെരോദാ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവർ വാൾ കൊണ്ട് കൊന്നു. ഒരിക്കൽ കൂടെ നമ്മൾ ആ വാക്യം ശ്രദ്ധിക്കുകയാണ്. ആ കാലത്ത് ഹെരോദാ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവർ വാൾ കൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവർ പത്രോസിനെയും പിടിച്ചു. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളായിരുന്നു. അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിൻ്റെ മുൻപിൽ നിർത്തുവാൻ ഭാവിച്ച് തടവിലാക്കി അവനെ കാക്കുവാൻ 4 സേവകരുള്ള 4 കൂട്ടത്തിനേൽപ്പിച്ചു. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഇങ്ങനെ പത്രോസിന്റെ ജീവിതത്തിനകത്ത് പത്രോസിനെ തകർത്ത് കളയാൻ, പത്രോസിന്റെ ജീവിതം ശുശ്രൂഷ അവിടം കൊണ്ട് അവസാനിപ്പിച്ച് കളയാൻ ഹേരോദാവും കൂട്ടനും പദ്ധതി മെനയുകയാണ്. പത്രോസിനെ പിടിച്ച് അതിൻ്റെ മുൻപൊരു ചരിത്രം അവിടെ ഉണ്ടായി. അക്കാലത്ത് ഹേരോദാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നത് യഹൂദന്മാർക്ക് പ്രസാദമായതുകൊണ്ട് അവർ പത്രോസിനെ പിടിച്ചു. അവർ കണ്ടത് യാക്കോബിൻ്റെ തകർച്ചയാണ്, യാക്കോബിൻ്റെ ചിരച്ഛേദമാണ്. നിസ്സാരമായിട്ട് പത്രോസിനെയും കൊല്ലാം എന്നാണ് ഹേരോദാവിൻ്റെ പദ്ധതി. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ തകർന്നു കാണുന്നത്, നിങ്ങൾ നശിച്ചു കാണുന്നത് പലതിൻ്റെയും പദ്ധതിയായിരിക്കാം. പക്ഷെ നിങ്ങളെ തകർക്കാൻ, വാഗ്ദത്തമുള്ള നിങ്ങളെ തകർക്കാൻ ഈ ഉലകത്തിൽ ആർക്കും സാധ്യമല്ല. ദൈവം നിങ്ങളോട് കൂടെയുള്ളത് കൊണ്ട്, യേശു കർത്താവ് നിങ്ങളോട് കൂടെയുള്ളത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ തകർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. അങ്ങനെ പത്രോസിനെ അവർ 4 സേവകരുള്ള 4 കൂട്ടത്തിൻ്റെ കയ്യിൽ പത്രോസിനെ ഏൽപ്പിച്ചു. അടുത്ത ദിവസം പത്രോസിനെ കൊല്ലാനുള്ള ക്രമീകരണങ്ങൾ മുഴുവൻ ചെയ്തിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് സഭ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രാർത്ഥനയ്ക്ക് നിങ്ങളുടെ ജീവിതത്തെ വിടുവിപ്പാൻ സാധ്യമാണ്. ഒരു പക്ഷേ താങ്കൾ ഒറ്റയ്ക്കായിരിക്കാം, അല്ലെങ്കിൽ കൂട്ടമായൊരു പ്രാർത്ഥനയായിരിക്കാം. പ്രാർത്ഥനയ്ക്ക് നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ സാധ്യമാണ്. അവിടെ സഭ പത്രോസിന് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. പത്രോസ് അവിടെ സുഖമായിട്ട് കിടന്നുറങ്ങുക. പത്രോസിൻ്റെ ഉറപ്പിതാണ്, തൻ്റെ ചിരച്ഛേദം നടത്തുവാൻ ഹേരോദാവ് എത്ര ശക്തിയുള്ള വാളിലാകിയാലും യേശുവിൻ്റെ വാക്കിന് ഹേരോദാവിൻ്റെ വാളിനേക്കാൾ ശക്തിയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഏത് മന്ത്രവാദിയുടെ വാക്കിനേക്കാൾ, ഏത് ആഭിചാരകൻ്റെ വാക്കിനേക്കാൾ, ഏത് പൈശാചിക ശക്തിയുടെ വാക്കിനേക്കാൾ ശക്തിയുണ്ട് യേശുവിൻ്റെ വാക്കിന്. വാഗ്ദത്തത്തെ മുറിച്ചു കളയാൻ ഉലകത്തിൽ ഒരു അന്ധകാര ശക്തികൾക്കും കഴിയില്ല. ആ സഭ മുഴുവൻ ദുഃഖത്തിലായിപ്പോയി. പത്രോസിൻ്റെ ജീവിതത്തിലും അവന് ദുഃഖമുണ്ടായി. അവനെ അറിയാവുന്ന സകല ആളുകൾക്കും ദുഃഖമുണ്ടായി. യാക്കോബിനെ കൊന്നതുപോലെ പത്രോസിനെയും കൊല്ലാനുള്ള ശ്രമമാണ്
പ്രിയപ്പെട്ടവരെ, വാഗ്ദത്തം അവസാനിക്കും വരെ നിനക്കെതിരെയുള്ള സകല ശ്രമങ്ങളെയും സന്തോഷമാക്കി മാറ്റാൻ കരുത്തുള്ള ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഞാൻ പറയുകയാണ്, ഇത്രയും വർഷം താങ്കൾ അനുഭവിച്ച സങ്കടങ്ങൾ, താങ്കൾ അനുഭവിച്ച ദുഃഖങ്ങൾ കർത്താവ് നിങ്ങൾക്ക് സന്തോഷമാക്കി മാറ്റുകയാണ്, അത്ഭുതമാക്കി മാറ്റാൻ തുടങ്ങുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുക, ഈ നിമിഷം ഒത്തിരി ദുഃഖത്തോടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിരവധി ആളുകൾ ലോകമെമ്പാടുമുണ്ട്. എൻ്റെ മകൻ്റെ കാര്യം ശരിയാകുന്നില്ല, എൻ്റെ മകളുടെ കാര്യം ശരിയാകുന്നില്ല, എൻ്റെ ഭർത്താവിൻ്റെ കാര്യം ശരിയാകുന്നില്ല, എൻ്റെ മദ്യപാനം മാറുന്നില്ല, പ്രാർത്ഥിച്ചിട്ടും രോഗം മാറുന്നില്ല, പ്രതിസന്ധി മാറുന്നില്ല, അടിക്കടി പ്രതിസന്ധികൾ ഉയർന്നു വരികയാണ്. ഒന്ന് വിശ്വസിച്ചാട്ടെ, കാരാഗ്രഹം എത്ര ശക്തിയോടെ നിങ്ങൾക്കെതിരെ കൊട്ടിയടയ്ക്കപ്പെട്ടാലും, 4 ചേവകർ നിങ്ങൾക്കെതിരെ കാവൽ നിന്നാലും, നിങ്ങളുടെ മുൻപിൽ അടച്ചു കളഞ്ഞ വാതിലുകളെ തുറക്കാൻ കരുത്തുള്ളൊരു ദൈവം നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. പിശാച് നിന്നെ കൊല്ലാൻ വിധി എഴുതിയാലും കർത്താവ് വിധി എടുത്തു മാറ്റാൻ പോവാ. കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ കിടന്നൊരു സഹോദരൻ, 19 വയസ്സ്. ആ ഹോസ്പിറ്റലിൽ മുറി വെച്ച് എന്ത് ചെയ്യണമെന്നറിയില്ല. അറിയിക്കാവുന്ന ബന്ധുക്കളെ വിളിച്ചറിയിച്ചു. 19 വയസ്സുകാരൻ മരിക്കാൻ തുടങ്ങുക. അങ്ങനെ ആ ചൊവ്വാഴ്ച ആരുടെ കയ്യിൽ നിന്നോ എൻ്റെ നമ്പർ എടുത്തിട്ട് എന്നെ വിളിച്ചു. ഇങ്ങനൊരു പ്രശ്നമുണ്ട്, എന്തുവാ ചെയ്യണ്ടേ? സുനു മരിക്കാൻ പോവാ. ഞാൻ ചോദിച്ചു, സുനു ആരാ? എന്നോട് പറഞ്ഞു, എങ്ങനെയാണ് സുനു മരിക്കാൻ പോവാ? കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ സുനു മരിക്കും. പരിശുദ്ധാത്മാവ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, സുനു മരിക്കത്തില്ല, അവൻ്റെ ഇവിടെ വരും. ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, സുനു മരിക്കത്തില്ല, കരച്ചു നിർത്തിക്കോ, അവൻ മരിക്കത്തില്ല. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൻ കണ്ണു തുറന്നു. ഇന്നിവിടെ സാക്ഷ്യം പറയാൻ വന്നിട്ടുണ്ട്. കൈയടിച്ചൊന്ന് ദൈവത്തിന് സ്വന്തം പറഞ്ഞേ. നമ്മുടെ യേശു മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കൊണ്ടുവരുന്ന ദൈവമാണ്. സുനുവിനെ പാമ്പ് കടിച്ച് 2 മണിക്കൂർ കഴിഞ്ഞായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ. അപ്പോൾ ആണെങ്കിൽ ഡോക്ടർമാർ പറഞ്ഞു, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, സുനു മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും എൻ്റെ മാതാവും എൻ്റെ ഭർത്താവും ഉണ്ടായിരുന്നു കൂടെ. അന്നേരം ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആശുപത്രി അവസ്ഥ ഇപ്പോൾ ഓർക്കാൻ പറ്റത്തില്ല. അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു എൻ്റെ ജീവിതത്തിൽ. എൻ്റെ സഹോദരൻ്റെ മോനാണ്. അപ്പം ഞങ്ങളുടെ കൂടെ വന്നിട്ട് 2 മാസം ആയുണ്ടായിരുന്നു. അപ്പോൾ മരിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാനും മാതാവും കൂടെ ഐസിയുടെ വാതൊക്കെ കിടന്ന് ഭയങ്കരമായിട്ട് നിലവിളി. എൻ്റെ മാതാവ് ഉരുളുമായിരുന്നു ആ സമയം. തിരുവല്ല സാഹിബിൻ്റെ ആശുപത്രിയിൽ അവിടെയുള്ള എല്ലാവരും ഓടി വന്നു. അപ്പം ഇവർ ഓരോരുത്തർ പറഞ്ഞു അത് രക്ഷപ്പെടത്തില്ല. അപ്പം എൻ്റെ കാതി കേൾക്കുമ്പോൾ എനിക്കറിയത്തില്ല അവസ്ഥ. എൻ്റെ ദൈവമേ, ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് വിഷമിച്ച്. ദേവാസിൻ്റെ നമ്പർ എൻ്റെ കയ്യിലില്ലായിരുന്നു. മണിച്ചേച്ചി ഞങ്ങളുടെ പിന്നെ ചേട്ടൻ്റെ ഭാര്യയാണ്. അപ്പോൾ ആ ചേച്ചിയോട് ഞാൻ അന്നേരം തന്നെ ഫോൺ ചെയ്തപ്പോൾ ചേച്ചി ഭയങ്കരമായിട്ട് കാര്യമായി പ്രാർത്ഥിക്കുക. മിൻഭാഷ നമ്പർ തരാമെന്ന് പറഞ്ഞിങ്ങനെ നമ്പർ തന്നു. ഭാഷ അന്നേരം വിളിച്ച ഉടനെ തന്നെ കിട്ടി. ഞാൻ പറയുന്ന ഭാഷ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഞാൻ അന്നേരം പറഞ്ഞു, ഭാഷയിൽ സുനു മരിച്ചു പോകുമെന്ന് പറഞ്ഞപ്പോഴത്തേന് ഭാഷ പറയാം, ഇല്ല സിസ്റ്ററെ, സുനു എഴുന്നേറ്റ് വരും. ഇപ്പം ഞാൻ ചിന്തിച്ചു, ദൈവം എന്തു ഈ ഭാഷ പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾക്ക് പിന്നെ എന്തോ ചെയ്യും. അപ്പം ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ ഇതുപോലെ പാസ്റ്റർ പറഞ്ഞു. അമ്മയ്ക്ക് ആരായെന്ന് തോന്നാറില്ല, എല്ലാവരോടും വിളിച്ച് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, ഇങ്ങനെ പാസ്റ്റർ പറഞ്ഞു സുനു ജീവനോടെ തിരിച്ചു വരുമെന്ന് പറഞ്ഞു. പക്ഷെ ആരും ശ്രദ്ധിക്കാനുള്ള അവസ്ഥയല്ല കൂടെ വന്നവർക്കും അവിടെ ഉള്ളവർക്കൊന്നും. അപ്പം സുനുവിന് ചെറുതായിട്ട് ചലനം വന്നു. എന്നെ കയറ്റി ലാസ്റ്റ് കാണിച്ചപ്പോൾ സുനുവിന് ചലനമില്ലായിരുന്നു. ഞാൻ എൻ്റെ 2 കണ്ണുകൊണ്ട് കണ്ട സത്യമാണ്, സുനുവിന് ചലനമില്ലായിരുന്നു. പിന്നെ വേറെ കളറായിരുന്നു, കരിനീല കളർ ആയിരുന്നു സുനു. അങ്ങനെ അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇത് കടിച്ചവരാരും ജീവിച്ചിട്ടില്ല. ഈ മോനെ കടിച്ചത് കരിമൂർക്കനാണ്. അത് അവൻ അറിഞ്ഞില്ല. 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കരിമൂർക്കൻ കടിച്ചത്. അവൻ കരിമൂർക്കനാണ് അപ്പോഴും അറിയില്ല. കുട്ടി ഒരു സ്ഥലത്ത് വന്നവൻ മയങ്ങി താഴെ വീണു. അവിടെ കിടന്ന ആളുകൾ അവനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർമാർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. നേരെ ഐസിയുലേക്ക് കയറ്റി. ഒരു 30 ദിവസം ഈ ചെറുക്കൻ ഓക്സിജൻ മാസ്കിൻ്റെ സഹായത്തോടെ ശ്വസിച്ചു. പ്രാർത്ഥനയ്ക്ക് ശേഷം 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൻ കണ്ണു തുറന്നു. കരമടിച്ചു ദൈവത്തിന് സ്വന്തം മറന്ന് ഇനിയുള്ള ആയുസ് മുഴുവൻ അവൻ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങുക. ഡോക്ടർമാർ ഈ സഹോദരിയെ വിളിച്ചിട്ട് പറഞ്ഞെന്ന് അവരെന്നോട് പറഞ്ഞ്, ഡോക്ടർമാർ പറഞ്ഞു, എന്തോ ഒരു മിറക്കിൾ നടന്നിട്ടുണ്ട്. ഈ മിറക്കിളിന്റെ പേരെന്താണെന്നറിയാമോ? യേശു ചെയ്ത അത്ഭുതമെന്നാണ്. ഈ സഹോദരിയുടെ അമ്മ ആ ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ കിടന്ന് ഉരുണ്ട് മറിയുക.
ഇല്ലെന്നാ പറഞ്ഞേ. പക്ഷേ ഒരു പ്രതീക്ഷയും ഇല്ലാത്തിടത്ത് പ്രതീക്ഷ കൊടുക്കാൻ കരുത്തുള്ള ഒരു ദൈവം ഉറപ്പുണ്ടെങ്കിൽ ഒന്ന് കരമുയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. ലോകം മുഴുവൻ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതീക്ഷയും ഇല്ലാത്ത നിങ്ങൾക്ക് വേണ്ടി ഈ മോന്റെ പേര് പറ, സുനു. സുനുവിന് ജീവൻ കൊടുത്ത യേശുവിന് നിങ്ങൾക്ക് ജീവൻ തരാൻ പറ്റും. സുനുവിന് ആയുസ് തീട്ടിക്കൊടുത്ത അതേ കർത്താവ് ഇന്ന് രാവിലെ ജീവിക്കുന്നുണ്ട്. ലോകം മുഴുവൻ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന, ദുഃഖത്തിലായിരിക്കുന്ന, രോഗത്തിലായിരിക്കുന്ന, പ്രതിസന്ധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഞങ്ങളോട് ചേർന്ന് ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളെ സൗഖ്യമാക്കുവാൻ, നിങ്ങൾക്ക് വേണ്ടി പുതുവഴികൾ തുറക്കുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യാൻ നമ്മുടെ ദൈവത്തിന് സാധ്യമാണ്. അടഞ്ഞ വഴികളെ തുറക്കാൻ, എല്ലാവരും അസ്തമിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ആരംഭിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവമാണ് നാം ആരാധിക്കുന്ന ദൈവം. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഞങ്ങളോട് ചേർന്ന് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ആ കണ്ണുകളെ അടച്ച് നമ്മൾ ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. പരിശുദ്ധ പ്രിയ പിതാവേ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ലോകം മുഴുവൻ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രതീക്ഷകളും കൈവിടപ്പെട്ടു പോയ രോഗികൾ ഈ നിമിഷം സൗഖ്യമാകട്ടെ. ക്യാൻസറുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവേ, രോഗത്താൽ ഭാരപ്പെടുന്ന എല്ലാ മക്കളുടെ മേലും അത്ഭുത സൗഖ്യങ്ങൾ വ്യാപരിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, അവിടുത്തെ സൗഖ്യമാക്കുന്ന കരം ഈ നിമിഷം തന്നെ രാജ്യങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ഓരോ കുടുംബങ്ങളിലും അത്ഭുതങ്ങളെ സംഭവിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇടയാക്കുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, തോൽവി നിമിത്തം ജീവിതം അവസാനിപ്പിച്ചേക്കാമെന്ന് വിചാരിക്കുന്ന ഒരു 19 വയസ്സുകാരിയെ കർത്താവ് ഈ നിമിഷം സൗഖ്യമാക്കുകയാണ്. നിൻ്റെ ജീവിതത്തിൽ ഒരത്ഭുതം ചെയ്യാൻ, നിൻ്റെ ദുഃഖത്തെ സന്തോഷമാക്കി മാറ്റാൻ നമ്മുടെ ദൈവത്തിന് സാധ്യമാണ്. ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുക. അങ്ങനെ നിരവധി പ്രിയപ്പെട്ടവരുടെ മേൽ ഈ നിമിഷം ഒരു ദൈവത്തിൻ്റെ അത്ഭുതം സംഭവിക്കുക. യേശുവിൻ്റെ നാമത്തിൽ നിരാശയോടെ കഴിയുന്ന, ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും യേശുവിൻ നാമത്തിൻ്റെ അത്ഭുത വിടുതലുകളും ദൈവപ്രവൃത്തിയും ഉണ്ടാകട്ടെ. കർത്താവെ, അവരുടെ ദുഃഖങ്ങൾ സന്തോഷമായി മാറാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇടയാക്കുന്നതിനായി സ്തോത്രം. അധികാരമുള്ള യേശുവിൻ നാമത്തിൽ ഈ നിമിഷം സോറിയാസിസ് ഉള്ള ആളുകൾ സൗഖ്യമായി വരട്ടെ. ക്യാൻസർ ഉള്ള ആളുകൾ സൗഖ്യമായി വരട്ടെ. ഹാർട്ടിൻ്റെ പ്രോബ്ലങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അവിടുത്തെ അടിപ്പിടരാനുള്ള സൗഖ്യം ഈ നിമിഷം വ്യാപരിക്കട്ടെ. കർത്താവേ, ജോലിയില്ലാത്തവരുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ ജോലി ലഭിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ അടഞ്ഞ വാതിലുകളും തുറക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇടയാക്കുന്നതിനായി സ്തോത്രം. സ്വർഗ്ഗം ഞങ്ങളുടെ പ്രാർത്ഥനകൾ അതിന് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ ആഴ്ചകളിലും പത്തനംതിട്ട എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻ്ററിൽ നടക്കുന്ന ആരാധനയിൽ നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പത്തനംതിട്ട സന്തോഷ് ജംഗ്ഷനിലുള്ള റോയൽ എൻഫീൽഡ് ഷോറൂമിൻ്റെ ആദ്യത്തെ നിലയിലുള്ള ആരാധനാലയത്തിലേക്ക് നിങ്ങളെല്ലാവരും ഞങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരുമിച്ച് ആരാധനയിൽ പങ്കെടുക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലുകളുടെ നിമിഷമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അടുത്ത ആഴ്ച ഇതേ ചാനലിലൂടെ ഇതേ സമയം നമുക്ക് ഒരുമിച്ച് കാണാം. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആത്മീക ആരാധനകൾക്കും വിടുതലിൻ ശുശ്രൂഷകൾക്കുമായി എല്ലാ ഞായറാഴ്ചയും രാവിലെ 9:30 മണി മുതൽ 1 മണി വരെ പത്തനംതിട്ട സന്തോഷ് ജംഗ്ഷന് സമീപം റോയൽ എൻഫീൽഡ് ഷോറൂമിന്റെ 1-ാം നിലയിൽ ആത്മീക ആരാധനകൾ നടത്തപ്പെടുന്നു. ഏവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാ ചൊവ്വാഴ്ചകളിലും പത്തനംതിട്ട കോളേജ് റോഡ് മണ്ണിൽ റീജൻസിയിൽ വെച്ച് രാവിലെ 10 മണി മുതൽ 1 മണി വരെ വിടുതലിൻ ശുശ്രൂഷകൾ നടത്തപ്പെടുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി 0468 222 0207 എന്ന നമ്പറിലോ 9446115091 എന്ന നമ്പറിലോ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 9447230207. Our website address www.elohimgwc.com. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 9446115091.